ഹായ് ഫ്രണ്ട്സ്, കറണ്ട് PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ഫിസിക്സിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഏത് മാധ്യമത്തിലാണ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത്? ഓപ്ഷൻ സി ആണ് അലൂമിനിയം. അപ്പോൾ ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്ന മാധ്യമം ഏതാണ്? അലൂമിനിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് ഏത്? ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. ഓപ്ഷൻ എ അൾട്രാ വയലറ്റ്. അപ്പോൾ മറക്കരുത്, ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് അൾട്രാ വയലറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ധ്രുവത്തിലാണ്. ധ്രുവം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, നീല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, മിഥ്യാപ്രതിബിംബം. മിഥ്യാപ്രതിബിംബം. എന്താണ് മിഥ്യാപ്രതിബിംബം? ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെയാണ് നമ്മൾ പ്രതിബിംബം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി നാസ. ഓപ്ഷൻ സി നാസയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചൈനയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. വ്യാപ്തം വർദ്ധിക്കുന്നു. എന്താണ്? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത്? വ്യാപ്തം വർദ്ധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വയലറ്റ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണമാണ് വയലറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഘർഷണബലം. ഘർഷണബലമാണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഓപ്ഷൻ ബി ആണ്, ഖരം. ഖരമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അത് തെറ്റാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ സ്വഭാവം ആയത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. 2 നിശ്ചിത വേഗതയുണ്ട്. 3 ഊർജം വഹിച്ചു കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ ഇത് 3മാണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഏത് ബഹിരാകാശ പേടകമാണ്? സ്റ്റാർഷിപ്പ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻ എ ആണ്, സ്പേസ് എക്സ്. സ്പേസ് എക്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് പ്രസ്താവന ശരിയായത്? ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം. 2 എന്ന് പറയുന്നത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. 4 എന്ന് പറയുന്നത് പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ്. ഏതെന്ന് പറയുന്നത്? കോൺവെക്സ് ദർപ്പണങ്ങൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ തന്നിരിക്കുന്നവരിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിപ്പിച്ച ജോഡികൾ കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോൺ ജെ തോംസൺ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ആൻസർ ഏത് വരും കണക്കാക്കുമ്പോൾ? ഓപ്ഷൻ എ ആണ്, -8 സെന്റിമീറ്റർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാകുന്നു? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? എന്താണ് എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മാലൂസ് നിയമം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ് നേട്ടം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ടോക്കിംഗ് നേട്ടം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സ്പാഡെക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, പാർശ്വിക വിപര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജൂള്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റമാണ് ഏത്? ഓപ്ഷൻ ബി ആണ്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 വൈദ്യശാസ്ത്ര നോബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, പിയറി അഗോസ്റ്റിനി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റേഡിയോ തരംഗം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രതലബലത്തിൻ്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് പിറകെ വരുന്നുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.